ഹമീദ് ചേന്ദമംഗലൂർ കഴിഞ്ഞ ദിവസം അറബ് വനിത ബഹിരാകാശത്ത് എത്തി അങ്ങനെ ചരിത്രം കുറിച്ചിരുന്നു സൗദി. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും സ്വാതന്ത്ര്യവും അനുവദിക്കുന്ന നിലയിലേക്ക് മാറുമ്പോഴാണ് ഒരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു മതപണ്ഡിതൻ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നതിൽ വലിയ വിനാശമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കും എന്ന സന്ദേശം നൽകുന്നത്. ഇനി എന്ന് തിരുത്തും ഇവർ? എന്ന് തിരുത്താൻ ഈ ഒരു വിഷയം തിരുത്തുന്ന പ്രശ്നമേ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും കരുതി വെക്കുന്നത് നല്ലതാണ്. ഇതുപോലത്തെ വിഷയം ഒരു മതപണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പണ്ഡിതൻ ഏത് മതത്തിനോട് അടിസ്ഥാനമാക്കിയിട്ടാണോ പറഞ്ഞത് ആ മതത്തിന് അത് ബാധകമാണ്. ആ മതത്തിന് മാത്രമേ അത് ബാധകമുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഈ വിഷയം നോക്കുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് പ്രതിദാനം ചെയ്യുന്ന ഒരു മതമുണ്ട്. ആ മതത്തിൻ്റെ ആളുകളോടാണ് പറഞ്ഞത്. ആ മതത്തിൻ്റെ ആളുകളോടാണ് പറഞ്ഞത്, അല്ലാതെ അത് നിങ്ങളോടൊന്നുമല്ല. അതിൽ നിങ്ങൾ ആരും ബേജാറാവും വേണ്ട. കൃത്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ത്രീകളും അതുപോലെ തന്നെ പൊതുസമൂഹവും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവില്ല. പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. ആ പുരോഗമനപരമായ നിലപാട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം കൂട്ടായ ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അത് പിൻപറ്റി മുമ്പോട്ടേക്ക് വന്ന കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ്. എന്താ എന്തിനാണ് ഗോവിന്ദമാശയങ്ങൾ വെറുതെ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഉസ്താദിൻ്റെ നിലപാടാണ്. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയേണ്ടത് പണ്ഡിതന്മാരാ, അല്ലാതെ സിനിമകളിൽ പോയിക്കാണ്ട് സിനിമ കാണുമ്പോൾ ആളുകൾ പെണ്ണു ആണു ഇടകലരുത് എന്നല്ല. മുസ്ലിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് പണ്ഡിതന്മാരാണ്. അതിലൊരു പണ്ഡിതനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്തിനാണ് ഗോവിന്ദമാഷ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തേക്ക് നിങ്ങൾ ഇടപെടാൻ പോണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി നമ്മൾ ഉസ്താദ് പറയുന്നത് കേട്ടു നമുക്ക്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അൽഹംദുലില്ലാ വലിയ വലിയ നേതാക്കളും ഈ നാട്ടിൻ്റെ പൗരമുഖ്യരും എല്ലാം ഒരുമിച്ച് കൂടിയ ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരവും അതിൻ്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം. ഇപ്പം അടുത്ത ദിവസം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രമേയം, ഞാൻ ഒറ്റക്കൊന്നല്ല, എല്ലാവരും 40ഓളം വരുന്ന ഉലമാക്കൾ ചേർന്ന മുസാവറയുടെ ഒരു പ്രമേയം, അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എൻ്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി. എന്നിട്ട് അതിന് അധികാരം പറയുന്നത് കുറേ ഡോക്ടർമാർ, കുറേ വക്കീൽമാരും ജഡ്ജിമാരും
അതുപോലെ അന്യമതത്തിൽപ്പെട്ട ചില ആളുകൾ. കണ്ടോ? ഇതാണ് ഉസ്താദ് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ നിയമം അത് ആലിമീങ്ങൾ പറയും, അത് പണ്ഡിതന്മാർ പറയും. അപ്പോൾ ഗോവിന്ദൻ മാഷെ പിന്നെ അതുപോലെ ഓരോ ചാനലിലിരുന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. കുറേ ആളുകൾ, ഇപ്പോൾ കമാൽ പാഷ അതുപോലെ കുറേ ആളുകൾ പറഞ്ഞ് ഇന്ത്യ മഹാരാജ്യം പോലത്തെ ഒരു രാജ്യത്ത് പറയാൻ പറ്റുമോ? ഇന്ത്യ മഹാരാജ്യം എന്നല്ല, എവിടെയും പറയാം. കാരണം ഇത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ വിഷയമാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് അതാണ്. മുസ്ലിങ്ങളോടാണ് പറയുന്നത് ആണും പെണ്ണും മേടെ കലർന്ന് നിൽക്കാൻ പാടില്ല. അതിപ്പോ ഉസ്താദിനും പറയുന്നു നോക്ക്. പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും. അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം. മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് ഇവിടെ നടപ്പാവൂല എന്ന് പറഞ്ഞാൽ പിന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ. ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? ഉസ്താദ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോ ഗോവിന്ദമാഷ നിങ്ങളെയാണ് പിന്നെ ഈ ആളുകളെ തെരഞ്ഞെടുത്തു, പാർട്ടിക്കും വേണ്ടി ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ ഒരൊറ്റ പെണ്ണില്ല ഉസ്താദ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അങ്ങനെ അത് ഉസ്താദ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഉസ്താദിന് അത്രക്കും മനസ്സ് കൊണ്ടിട്ടാണ് ആ പറഞ്ഞത്. ശരിയല്ലേ? എന്തേ പെണ്ണുങ്ങളില്ലായിട്ടല്ലോ അല്ലേ? SFIയിൽ എത്രങ്ങാനും പെണ്ണുങ്ങളുണ്ട്, DYFIയിലുണ്ട്, നമ്മുടെ CPM തന്നെ അല്ലേ? എന്തേ ഒരൊറ്റ പെണ്ണിന്? കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ നോക്കേണ്ടവരാണ്. നല്ല പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന കുറേ വനിതകളുണ്ട്, കുറേ പെണ്ണുങ്ങളുണ്ട്. പക്ഷേ എന്നാലും അത് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല, ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റൂല എന്നുള്ളതാണ് AP ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞതിനെങ്ങനെ ഓരോരുത്തരെടുത്തിട്ട് ഇങ്ങനെ ട്രോളാനും അതുപോലെ അതിന് മറുപടി പറയാനും ഒക്കെ നിന്ന് കരുതിയാലും AP ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ അതിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു പണ്ഡിതനാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടുന്നെങ്കിലും പറയുമ്പോൾ അത് പിറ്റേന്ന് മാറ്റി പറയാനോ അങ്ങനത്തെ ആളുകളല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. AP ഉസ്താദ് കുറച്ചും കൂടി പറയുണ്ടാവും കൂടി കേട്ടോക്കുമ്പോൾ നടന്നു വരുന്നതല്ലേ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ? അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല. അതേ സമയത്ത് സ്വർണത്തിന്റെ മാല അലമാറിയിൽ വെച്ച് പൂട്ടി അതിൻ്റെ ഉള്ളിലൊരു പെട്ടി, അത് പെട്ടിയുടെ ഉള്ളിലൊരു പൊതി, ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ ഇങ്ങനെയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോൾ അടുത്ത് ഒരു കച്ചവടക്കാരുണ്ട്. ഇത് കരിങ്കല്ലിന്റെ അമ്മി, ഉരലി ഇതെല്ലാം വിൽക്കുന്ന ഒരു ആ അമ്മിയൊക്കെ അവിടെ ഇങ്ങനെ റോട്ട് മരിട്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കാം, ഈ സ്വർണ്ണ കച്ചവടക്കാരൻ എന്തൊരു വെടിയാണ് ഇതുകൊണ്ട് ഇവിടെ അമ്മ ഇവിടെ എല്ലാവരും തടന്നു പോകുന്നു, ഇവക്കൂടെ ചവിട്ടി പോകുന്നു. എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും വെളുത്തത്ത് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അവന് ബുദ്ധി ശരിയില്ലാതെ അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ മാല ഇങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി അവസാനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി പോകും. അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ടുപോകും. കരികല്ലിന്റെ അമ്മയാണെങ്കിലും കട്ടുകൊണ്ടുപോകും. ആരെങ്കിലും ചവിട്ടിയാൽ കേട് വരുമോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും
അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പർദ സമ്പ്രദായം വെച്ചിട്ടുള്ളത്. അതിന് ഉസ്താദിന്റെ ഈ ഒരു ഉദാഹരണം എതിർത്തിട്ട് കാര്യമില്ല. ഉലമാവ് പറയേണ്ടത് ഉലമാവ് പറയുക തന്നെ ചെയ്യും. അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, ഈ സ്വർണവും അമ്മിയും പോലെയാണ്. ഇത് വളരെ വളരെ വ്യക്തമായിട്ടാണ് ഉസ്താദ് ഇതിന്റെ മറുപടിയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി പല ആളുകളും പല വ്യക്തികളും പല ആളുകളെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ എങ്കിലും പണ്ഡിതന്മാര് മതം പറഞ്ഞോട്ടെ. അത് പിന്നെ പണ്ഡിതന്മാര് രാഷ്ട്രീയത്തിലേക്ക് അവനവിടെ മത്സരിക്കട്ടെ അല്ലെ ഇവനിവിടെ മത്സരിക്കട്ടെ എന്നൊന്നും പണ്ഡിതന്മാർ പറയില്ല. കാരണം എന്താ വെച്ചാൽ പണ്ഡിതന്മാർ മതം പറയാനുള്ളവരാണ്. അപ്പോൾ ആണും പെണ്ണും ഇടകലരാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഇടകലരാൻ പാടില്ല. പക്ഷെ എന്താ വെച്ചാൽ അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതൊരു സിനിമയിൽ ഇടകലരാൻ പാടില്ല എന്ന് എപ്പിസ്താവ് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇതല്ല. എപ്പിസ്താദ് പറഞ്ഞത് പെണ്ണുങ്ങൾ ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏപ്പിസ്താദിനൊരു ഒരു മതമുണ്ട്. ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഇരുന്നിട്ടാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആരും വേദനിപ്പിക്കാനോ ആരെ പിന്നെ മതത്തിലേക്ക് കൈകടത്താനോ ഒന്നും ഉസ്താദ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.